മേക്ക് ചെയ്തേക്കുന്നത് നിതിൻ മാനുവിന്റെ വൈശാഖിന്റെ വേറൊരു ടൈപ്പ് ആയിട്ട് കാർ ചേസിംഗ് ഒക്കെ ഉണ്ടല്ലോ ഹോളിവുഡ് ലെവൽ ഐറ്റത്തിലാണ് സാധനം ചെയ്തത്. ക്യാമറ വർക്കാണ്. ഇപ്പൊ ഏത് ഏരിയയിൽ നോക്കിയാലും ഇൻട്രസ്റ്റ് ആണ്. ഏത് തരം ജോണർ ഉള്ള ആൾക്കാർക്ക് ഇപ്പോഴും മസ്റ്റ് ആയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഡോൺ മിസ്. പടം അടിപൊളിയാണ്. നായകനും വില്ലനും കട്ടൊക്കെയാണ്. മമ്മൂക്കയുടെ സാധനം അടിപൊളിയാണ്. നല്ല ഫൈറ്റ് സീനാണ്. ബസ്സിൽ വെച്ചുള്ളതും പിന്നെ പെരുന്നാളിൽ വെച്ചുള്ള എല്ലാം അടിപൊളിയാണ്. അടിപൊളി ഫൈറ്റ്. തകർത്ത്. നായകനും വില്ലനും കട്ടൊക്കെയാണ്. അതാണെങ്കിൽ പറയാം. മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. നല്ല ബിജി ആണ്. ഓടി അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റർടൈൻമെന്റ് എല്ലാം കൊണ്ട് സൂപ്പർ. 200 കോടി ഉറപ്പിച്ചു. ഓക്കെ, എല്ലാം സൂപ്പർ. എല്ലാം കൊണ്ടും സൂപ്പർ പടം. 200 കോടി ഉറപ്പാണ്. വൈശാഖിന്റെ പുലിമുരുകനേക്കാളും വെല്ലുന്ന പടമാണിത്. അതുപോലെ മറ്റേ പോക്കി രാജിനേക്കാളൊക്കെ കിഡിൽ പടം. മാസം കിട്ടി, കോലം മാസം കിട്ടി. കിഡിലെ എഡിറ്റിംഗ്, കിഡിലെ എല്ലാം കൊണ്ടും കിഡിലെ സൂപ്പർ പടം. ഇത് കംപ്ലീറ്റ് വൈശാഖിന്റെ നമ്മുടെ പോക്കിരാജ ആ ലെവൽ പടമാണ്. കിൻഡല്, അതായത് ആക്ഷൻ എടുത്തു പറയേണ്ട, അതുപോലെ സീക്വൻസ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ്. എന്തായാലും 200 കോടി ഉറപ്പിച്ച്. ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. നമ്മുടെ ആക്ഷൻ മൂവീസ് പൊതുവെ നമ്മൾ ലോജിക്ക് നോക്കിയാലോ കഥയുടെ ഗതി നോക്കിയാലോ നമ്മൾ നിരാശപ്പെടും. പക്ഷെ ഈ സിനിമയുടെ തുടക്കത്തിൽ ഭയങ്കര പതിഞ്ഞ താളത്തിലാണ് തുടങ്ങിയത്. സാധാരണ ആക്ഷൻ സിനിമയുടെ ഫേസിലേക്ക് വന്നില്ല. പക്ഷെ അവസാനത്തെ ഒരു 15-20 മിനിറ്റ് ഒരു വർത്ത് വാച്ചിങ് ആണ്. കാരണം ആ ആക്ഷൻ രംഗങ്ങൾ നമ്മൾ അധികം മലയാള സിനിമയിൽ കണ്ട് ശീലമില്ലാത്ത രീതിയിലുള്ള ചില സീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് റോപ്പ് ഉപയോഗിച്ചാലും ഡൂപ്പ് ഉപയോഗിച്ചാലും തന്റെ മേവഴക്കം കൊണ്ട് നമുക്ക് ആ രംഗങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 20 മിനിറ്റിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ കാണേണ്ടത്. കാരണം തുടക്കത്തിൽ എനിക്ക് കാണാൻ പോകുന്ന ഇത് കാണുമ്പോൾ ഇതെന്താണ് പറഞ്ഞ പോലെ വരുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുക. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആക്ഷൻ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട റോളാണ് രാജീവ് ഷെട്ടിയുടെ വില്ലൻ. നമുക്കറിയാം പുള്ളി മുമ്പ് ചെയ്തിട്ട് വിജയിച്ച റോളാണ്. ഞെട്ടിച്ചാല് ബിന്ദു പണിക്കരാണ്. കോമഡി ആണെങ്കിലും ചില ആക്ഷൻ ടെൻഷൻ രംഗങ്ങളിൽ അത് ലൈറ്റ് ആക്കാൻ വേണ്ടി ബിന്ദു പണിക്കരുടെ ഒരു ക്യാരക്ടർ റോഷാക്കിന് ശേഷം അതിശക്തമായ ഒരു വേഷമാണ് പറയുന്നത്. എനിക്ക് ഈ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഈ ഇറങ്ങിയ സമയത്ത് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന ഒരു സിനിമയായിട്ട് അത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം പക്ഷെ ആക്ഷൻ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് അതിഗംഭീരമായി ഇഷ്ടപ്പെടുന്ന ആക്ഷൻ ബ്ലോക്കുകളുള്ള മമ്മൂട്ടി എന്ന മാസ് ഹീറോയെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രം എന്ന രീതിയിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. നമ്മളെ പോയിട്ട് നമുക്ക് രോമാഞ്ചം വന്നത് അത്രയ്ക്കും തർമ്മക്കാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് കുട്ടികളെ പ്രത്യേകിച്ച് കൊണ്ട് കാണിക്കുക. നല്ല ധൈര്യം തരുന്ന സിനിമയാണ്. ഓക്കെ, എല്ലാ സ്റ്റാൻഡും സൂപ്പറാണ്. ബിന്ദു പണിക്കർ എന്ന അത് മമ്മൂക്കയുടെ പെങ്ങളായിട്ട് ഒരു അഭിനയിച്ച് അമ്മയായിട്ട് നമ്മൾ ബസ് കണ്ടക്ടറിൽ കണ്ടാണ്. പക്ഷെ ഇത് അമ്മയായിട്ട് തന്നെ അഭിനയിച്ചു. കാരണം അത്രയ്ക്കും രണ്ടാമത് അഭിനയിക്കുന്നു തോന്നുന്നു മമ്മൂക്കറ ടർബോലി. ആദ്യമേ എനിക്ക് ബസ് കണ്ടക്ടറാണെന്ന് തോന്നുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ KBC ചേച്ചി എനിക്ക് ഓർമ്മ തോന്നി അതേ ശൈലിയുള്ള ഒരു അഭിനയം. കാരണം കഴിഞ്ഞ ഒരു പടത്തെ ഞാൻ മഞ്ജിക്കുള്ള പറഞ്ഞിരുന്നു. ഈ പടത്തിൽ ബിന്ദു പണിക്കര് ഒന്നും കൂടെ ഞെട്ടിച്ചു പറഞ്ഞു. ഒരു ക്രിസ്ത്യൻ കഥാപാത്രം എങ്ങനെ മികച്ചതാക്കാൻ പറ്റും എന്നുള്ളത് വൈശാഖ് സാറ് കണ്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു അമ്മ, ഒരു സ്നേഹമുള്ള ഒരു അമ്മ. നമ്മ ഇതുപോലെ പറയാം മലയാള സിനിമയിൽ ഒരുപാട് അമ്മമാരെ കണ്ടിട്ടുണ്ട്. അതേപോലെ ബിന്ദു പണിക്കർ എന്ന ആ അഭിനയത്തിൽ മലയാളികൾക്ക് നല്ലൊരു അമ്മ എന്ന കഥാപാത്രത്തിലൂടെ തന്നു. പിന്നെ ഒരു മകനും അമ്മയും തമ്മിലുള്ള ആത്മബന്ധവും മാസിന്റെ ഇമോഷനിൽ എല്ലാം ഉണ്ട്. എല്ലാം ചേർന്നൊരു പടം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വിജയുടെ അതിനൊരു മികച്ചതായിട്ട് ഒരു 10% കൂടിയിട്ടുണ്ട് ഈ പടം. എന്തായാലും നല്ല സൂപ്പറാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക. തിയേറ്റർ എഫക്ട് നല്ല അടിപൊളി തിയേറ്ററിൽ പോയി കാണുക. നല്ല എഫക്ട് ഉള്ള തിയേറ്ററിൽ എല്ലാവരും ഈ സിനിമ കാണുക. സൂപ്പറാണ്. ഇന്റർവെല്ലിന് ശേഷം സൂപ്പർ. നല്ല നമുക്ക് ഇത്രയും ഈ ഏജിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു. പിന്നെ സത്യമായി വന്ന തീർച്ചയായിട്ടും ഒത്തിരി ഇന്റർവെല്ലിന് ശേഷമാണ് അടുത്തിരിക്കുന്ന ആളെ കൂടി തല്ലാൻ